അങ്ങനെ നിങ്ങളുടെ മനസ്സിൽ അങ്ങനെ ഒരു ആഗ്രഹമുള്ള ഒരു വ്യക്തിയാണ് നിങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾ അഭിനയിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ, സിനിമ ആർട്ടാണ്, നിങ്ങൾ ഇറ്റ്സ് എ പാർട്ട് ഓഫ് യുവർ ലൈഫ്, ഇറ്റ്സ് എ പാർട്ട് ഓഫ് യുവർ എൻറ്റയർ ലൈഫ് എന്നൊക്കെ ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ പ്ലീസ് വാച്ച് ദിസ് മൂവി. ഇറ്റ്സ് ബ്യൂട്ടിഫുൾ. സോ നിങ്ങൾക്ക് എത്ര പേരിന് ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഷാസ് ബ്രോ പറഞ്ഞ പോലെ നിങ്ങൾ സിനിമ ഒരു ഡ്രീം ആയിട്ടുള്ള ഒരാളാണെങ്കിൽ, അതിപ്പം ആക്ടിംഗ് ആവാം, ഡയറക്ഷൻ ആവാം, സിനിമാറ്റോഗ്രഫി, എഡിറ്റിംഗ്, നിങ്ങൾ സിനിമയ്ക്കായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യണം എന്ന് ആഗ്രഹിച്ച ഒരാൾ, അല്ലെങ്കിൽ അതിനെ എഫേർട്ട് ഇട്ടിട്ടുള്ള ഒരാളാണെങ്കിൽ ദിസ് മൂവി ഇസ് ഫോർ യു. ബിക്കോസ് ദിസ് ഇസ് ഗോണ ബി ഗിവിങ് യു ഓൾ ദോസ് നൊസ്റ്റാൾജിക് മെമ്മറീസ്. നിങ്ങൾ ആ ഒരു എഫേർട്ട് ഇട്ട ഒരു ടൈമായാലും, ആ ഒരു ഡ്രീം കണ്ട ഒരു സമയമായാലും, നിങ്ങൾക്ക് ആ ഒരു മെമ്മറി തരുന്ന ഒരു 100% ക്ലിക്ക് ആവുന്ന ഒരു മൂവി ആയിട്ട് നിങ്ങൾക്ക് ഇത് ഫീൽ ആവും. ബിക്കോസ് ദാറ്റ്സ് എക്സാക്ട്ലി ദ വേ ഇറ്റ് ഫെൽ ഫോർ മീ. ആൻഡ് ഈ ഒരു സിനിമയുടെ പ്ലോട്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കര യുണീക്ക്, അല്ലെങ്കിൽ ഒരു വെറൈറ്റി സിനിമ ഒന്നുമല്ല. നിങ്ങൾ സിനിമ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഉദയനാണ് താരം, വർഷങ്ങൾക്ക് ശേഷം, കാന്ത, ജിഗർദണ്ഡ, ഇതുപോലത്തെ നല്ല സിനിമകളൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് ഓർമ്മ വരുന്നത്. ബിക്കോസ് ദേ ഓൾ ഹാവ് ദ സെയിം വൈബ്, ദേ ഓൾ ഹാവ് ദ സെയിം ജോൺട്ര വിത്ത് സിനിമ ഇൻസൈഡ് സിനിമ. പക്ഷേ അവർ ആ ഒരു കോൺസെപ്റ്റ് എടുത്തിക്കുന്ന ഒരു രീതി, ആ ഒരു സിംപ്ലിസ്റ്റിക് സ്റ്റോറി ടെല്ലിംഗ്, ദ വേ ദേ ഇൻറ്റിഗ്രേറ്റഡ് ഹ്യൂമർ ഇൻസൈഡ് ദ മൂവി അടിപൊളിയാണ്. ബിക്കോസ് നമ്മളെ വളിപ്പടിച്ച് വെറുപ്പിക്കാതെ, അറ്റ് ദ സെയിം ടൈം ആ ഒരു ഫിൽം മേക്കിംഗ് പ്രോസസ്സിൽ കൂടെ തന്നെ ഒരു ദ വേ ദേ ബ്രോട്ട് ഇൻ ഹ്യൂമർ ഈസ് ആബ്സല്യൂട്ട്ലി ഗുഡ്. ബിക്കോസ് കാന്ത നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ആ ഒരു സിനിമ മേക്കിംഗ് ഓറിയൻറ്റഡ് മൂവിയാണ്, ഭയങ്കര ഇൻറ്റൻസ് ആയിട്ട് പോകുന്ന ഒരു സിനിമയാണ്. അറ്റ് ദ സെയിം ടൈം ഈ ഒരു സിനിമയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈവൻ ദോ സെയിം കോൺസെപ്റ്റ്, സെയിം ഫിൽം മേക്കിംഗ്, ആ ഒരു ഡയറക്ടറിൻ്റെ കഷ്ടപ്പാട്, ആ ഒരു പ്രൊഡ്യൂസറിൻ്റെ ടെൻഷൻ, പിന്നെ ഓഡിയൻസ് എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നതെന്നുള്ള കാര്യം, എല്ലാം അവർ കവർ ചെയ്യുന്നുണ്ട്. ആ ഒരു ആക്ടേഴ്സിൻ്റെ ജാടയായാലും എല്ലാം അവർ കണക്ട് ചെയ്യുന്നുണ്ട്. ബട്ട് അറ്റ് ദ സെയിം ടൈം ദി എമോഷണൽ സൈഡ് ഓഫ് ദ മൂവി അടിപൊളിയാണ്. ബിക്കോസ് ജോൺ പോൾ ജോർജ് എന്നൊരു ഡയറക്ടറിൻ്റെ ആ ഒരു ബ്രില്യൻസ് നിങ്ങൾ ഗപ്പി ആൻഡ് അമ്പിളി കണ്ടിട്ടുണ്ടെങ്കിൽ അതേപോലത്തെ ഒരു ഐറ്റമാണ് ഈ ഒരു സിനിമയിലും സെക്കൻഡ് ഹാഫിൽ നിങ്ങൾക്ക് കിട്ടുന്നത്. ഫസ്റ്റ് ഹാഫ് ഞാൻ പറഞ്ഞ പോലെ ഭയങ്കര ഫാസ്റ്റ് പേസ്ഡ് ആണ്, ഫണ്ണാണ്. ഫിൽം മേക്കിംഗ് ആ ഒരു എൻറ്റയർ പ്രോസസ്സ് അവർ കാണിച്ച ആ സിനിമേൻ്റെ അകത്ത് സിനിമ, അറ്റ് ദ സെയിം ടൈം അതിനകത്ത് ഇങ്ങനൊരു സിനിമ, ഇതാണ് ഈ ഒരു സിനിമേൻ്റെ പ്ലോട്ട് എന്ന് പറഞ്ഞാൽ. ബട്ട് ഞാൻ പറഞ്ഞല്ലോ, ദ വേ ദേ ഹവ് ഷോഡ് ഇറ്റ്, ഇറ്റ്സ് ആബ്സല്യൂട്ട് കിയോസ്, ഇറ്റ്സ് ആബ്സല്യൂട്ട് ഫൺ. എല്ലാവരും അടിപൊളിയായിട്ട്, ഞാൻ പറഞ്ഞില്ലേ, എൻജോയ് ചെയ്തിരിക്കുന്ന ഒരു സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയത്. ആ ഒരു രോമാഞ്ചം എഫക്റ്റ്, the way they filmed it feels like that. And സെക്കൻഡ് ഹാഫിലോട്ട് വരുമ്പം ചെറിയൊരു ലാഗ് ഉണ്ട്. ബട്ട് എന്നെ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും ഈ ഒരു സിനിമേൻ്റെ ഹാർട്ട് ഇസ് ആക്ച്വലി ഇൻ ദ സെക്കൻഡ് ഹാഫ്. ബിക്കോസ് ആ ഒരു ഫിൽം മേക്കിംഗ് ചെയ്യുന്ന ഒരു ഇമോഷണലിലോട്ട് ഷിഫ്റ്റ് ചെയ്യുന്ന ഒരു ജോൺട്ര ഷിഫ്റ്റ് ആബ്സല്യൂട്ട്ലി ഗുഡ്. ഞാൻ ഏറ്റവും കൂടുതൽ എനിക്ക് കണക്റ്റായ ഒരു വർക്കായ ഒരു സംഭവമാണ്. ബിക്കോസ് ജോൺ പോൾ ജോർജ്, ദ മേക്കർ ഓഫ് ദ മൂവി, ഇന്ദ്രൻസിൻ്റെ ക്യാരക്ടറിൽ കൂടെ ആ ഒരു ഇമോഷണൽ കണക്ഷൻ നമ്മൾ ബിൽഡ് ചെയ്യുന്നത് ഇറ്റ്സ് ആബ്സല്യൂട്ട്ലി ഗുഡ്. എസ്പെഷ്യലി ആ ഒരു ക്ലൈമാക്സിൽ ഒരു ഹോസ്പിറ്റൽ സീനുണ്ട്, നിങ്ങൾക്ക് കണ്ണ് നിറഞ്ഞു, അത്രയും മാത്രം ഇമോഷണലി കണക്ട് ചെയ്യുന്ന ഒരു സിനിമയാണ്. എനിക്ക് ഐ ലവ് ദ മൂവി മാൻ, ഐ ലവ് വാച്ചിങ് ദ മൂവി ഇൻ തിയേറ്റേഴ്സ്. ആൻഡ് അതല്ലാതെ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഈ ജോൺ പോൾ ജോർജിന് ഇത്രയും ഞാൻ ക്രെഡിറ്റ് കൊടുക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ, ഈ സിനിമ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഡയറക്ടറിൻ്റെ കഷ്ടപ്പാട് കാണുന്നു. എനിക്ക് ഏറ്റവും കൂടുതൽ കണക്ട് ആയത് ജോൺ പോൾ ജോർജിന് വേണ്ടിയിട്ടാണ്. ബിക്കോസ് he is the director of the movie, he is the producer of the movie, he is the composer of the movie, he has done the music of the movie. എല്ലാ പാർട്ടിലും he has had his effort, and അതിൻ്റെ റിസൾട്ട് ക്ലിയർ ആയിട്ട് ഈ സിനിമയിൽ കാണാൻ പറ്റും. ബിക്കോസ് മ്യൂസിക്, മെയിൻലി ഇൻ ദ മ്യൂസിക്, ബിക്കോസ് നമ്മൾ ആ ഒരു സിനിമ കാണുമ്പം വി ഓൾറെഡി നോ, ലൈക്ക് ഒരു ഡയറക്ടറിൻ്റെ വിഷ്വലൈസേഷനാണ് ഒരു സിനിമ. നമ്മൾ ഡയറക്ടറിൻ്റെ ക്യാരക്ടർ എങ്ങനെയാണ് വേണ്ടത്, അതുപോലെയാണ് ഒരു ആക്ടർ പെർഫോം ചെയ്യുന്നത്. നോ ഇമാജിൻ ഹീ ഈസ് ഓൾസോ ഏബിൾ ടു ഡൂ ദാറ്റ് വിത്ത് ദ മ്യൂസിക്. ഒരു ക്യാരക്ടറിന് പുള്ളി ചിന്തിക്കുന്ന ഒരു മ്യൂസിക് ഇഫ് ഹി ഈസ് ഡെലിവറിങ്, ദാറ്റ്സ് ആക്ച്വലി ദ ബെസ്റ്റ് ദാറ്റ് യു കെൻ ഗെറ്റ്. ആൻഡ് അത് ഈ ഒരു സിനിമ നിങ്ങൾ കാണുമ്പം അതിൻ്റെ അതേ ഒരു ഫീൽ നിങ്ങൾക്ക് കിട്ടും. ബിക്കോസ് ഓരോ ക്യാരക്ടറിന് ഇൻട്രഡക്ഷൻ ആയാലും, ആ ഒരു ആംബിയൻസിൻ്റെ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആയാലും അടിപൊളിയാണ്. ഐ പേഴ്സണലി ലവ്ഡ് ദ സൗണ്ട് ഡിസൈനിങ് ആൻഡ് ദ മ്യൂസിക് ഓഫ് ദ മൂവി. സോങ്സ് പിന്നെ വേറെ ലെവലാണ്, നിങ്ങൾ ഓൾറെഡി കേട്ടിട്ടുണ്ട്. കുറേ പേര് ആ സിനിമ കാണാൻ പോകുന്നത് തന്നെ ആ ഒരു മ്യൂസിക് കാരണമായിരിക്കും. ഇറ്റ്സ് റിയലി ഗുഡ്. ആ ഒരു റാപ്പ് സോങ് ഞാൻ പറഞ്ഞില്ല, ആ ഒരു ഓഡിയൻസിൻ്റെ പെർസ്പെക്റ്റീവ് വരെ അവർ അടിപൊളിയായിട്ട് കാണിച്ചിട്ടുണ്ട്. ലിറിക്സ് ഓരോന്നും നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു സെറ്റ് ഓഫ് പീപ്പിളിനെ അവർ ടാർഗറ്റ് ചെയ്ത് പറയുന്നതാണ്. എസ്പെഷ്യലി ഇറ്റ് കമ്മിങ് ഔട്ട് ഫ്രം എ മൂവി ഈസ് റിയലി ഗുഡ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട കുറച്ച് കാര്യങ്ങളാണിത്. നമുക്ക് ഇത് ക്രൂ ഓഫ് ദ മൂവി ഡിസ്ട്രിബ്യൂഷൻ ചെയ്തിരിക്കുന്നത് നമ്മുടെ ദുൽഖർ സൽമാൻ വേഫെയർസ് ആണ്. കമ്പോസർ അജീഷ് ആൻറ്റോ, സിനിമാറ്റോഗ്രഫി ചെയ്തിരിക്കുന്നത് വിമൽ ജോസ് ആണ്, എഡിറ്റിംഗ് ബൈ കിരൺ ദാസ്, ആൻഡ് VFX, ദിസ് ഇസ് വൺ സെറ്റ് ഓഫ് പീപ്പിൾ. ഞാൻ ഈ ഒരു സിനിമയിൽ എടുത്ത് പറയണമെന്ന് വെച്ചാൽ VFX ക്രൂ ആണ്. ബിക്കോസ് ഒരു പെർട്ടിക്കുലർ സീൻ, ഞാനത് പറഞ്ഞു പോയ സ്പോയിലർ ആയി പോകും, പക്ഷേ
ആ ഒരു സീൻ കാണുമ്പം ഇറ്റ് ഈസ് നോട്ട് ലൈക്ക് ഓ ഇത് VFX ആണെന്ന് പറയത്തില്ല എന്നുള്ളതുകൊണ്ട് ഞാൻ പറയുന്ന ക്രെഡിറ്റില്ല. നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇറ്റ്സ് എ വെരി VFX ആണ് എന്ന് പറയുന്ന ഒരു സീനാണ്, ബിക്കോസ് ദാറ്റ്സ് ഹൗ ദേ വാണ്ടഡ് ദ സീൻ ടു ബി, ബട്ട് ദ വേ ദേ ഹവ് മെയ്ഡ് ഇറ്റ് അടിപൊളിയാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ആ ഒരു പെർട്ടിക്കുലർ സീൻ. ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരിക്കും എനിക്ക് ഇത്രയും മാത്രം അത് സർപ്രൈസ് ആയിട്ട് തോന്നിയത്, ബട്ട് ഇറ്റ് വാസ് ആബ്സല്യൂട്ട്ലി ആ ഒരു സീക്വൻസ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ദാറ്റ് വാസ് ഞാൻ പറയില്ല ആ ഒരു സീൻ, ഈച്ച് ആൻഡ് എവറി സിംഗിൾ പേഴ്സൺ ഹു വർക്ക്ഡ് ഇൻ ദ ക്രൂ ഡിസേർവ്സ് ദ ക്രെഡിറ്റ്. ടെക്നിക്കൽ ക്രൂ ഓഫ് ദ മൂവി ഈസ് അടിപൊളിയാണ്. മ്യൂസിക് ആയാലും സോങ്സ് ആയാലും എല്ലാം അടിപൊളിയാണ്. എനിക്ക് ഒട്ടും ഒരു സൈഡിൽ പോലും എനിക്ക് ടെക്നിക്കൽ ക്രൂ ഒരു പിൻ ചെയ്യാൻ പറ്റില്ല, അത്രയും പെർഫെക്റ്റ് ആയിരുന്നു. ദെൻ കമ്മിങ് ടു ദ കാസ്റ്റ്, എവറി സിംഗിൾ ആക്ടർ ഓർ എവറി സിംഗിൾ ആർട്ടിസ്റ്റ് ഹു പെർഫോംഡ് ഇൻ ദിസ് മൂവി അടിപൊളിയാണ്. ഞാൻ ഒറ്റ മനുഷ്യൻ പോലും ഈ ഒരു സിനിമയുടെ ആക്ടിങ്ങിന് ആയിട്ട് ക്രിട്ടിസൈസ് ചെയ്യാൻ പറ്റത്തില്ല, ബിക്കോസ് അത്രയും മാത്രം ഓരോ ബാക്ക്ഗ്രൗണ്ട് ക്യാരക്ടർ പോലും അവൻ്റെ റോൾ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. എസ്പെഷ്യലി ദ മെയിൻ ക്യാരക്ടേഴ്സ് യെസ്, ബട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ സർപ്രൈസ് ആയി തോന്നുന്നത് ആ ബാക്ക്ഗ്രൗണ്ട് ക്യാരക്ടേഴ്സ്. ഇപ്പം ഫിലിം മേക്കിംഗ് ആ സെറ്റിൽ ഇപ്പം കാണിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്, അവരായാൽ പോലും അവൻ്റെ റോൾ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു ആസ്പെക്ട് ഓഫ് ദ മൂവി ആയിരുന്നു. പിന്നെ ശോഭി തിലകൻ അടിപൊളിയാണ്, ഹി ഹാസ് എ റോൾ ഇൻ ദ മൂവി. പിന്നെ കുറേ ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസസ് ഉണ്ട്. പിന്നെ അതായത് മദൻ ഗൗരി, തമിഴ് യൂട്യൂബർ ആയിട്ടുള്ള ഒരു വെരി ഫേമസ് യൂട്യൂബർ ഇൻ തമിഴ് ഇൻഡസ്ട്രി, പുള്ളിയുണ്ട്. ആൻഡ് കമ്മിങ് ടു ദ മെയിൻ പീപ്പിൾ ഓഫ് ദ മൂവി, ഇന്ദ്രൻസ് ആൻഡ് ജോമോൻ ജോദർ, കിഡിലെ പെർഫോമൻസ്. ലൈക്ക് വെൻ യു ആ ഒരു കോമ്പിനേഷൻ എടുക്കുമ്പോൾ തന്നെ ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് 2 ഡിഫറെൻറ്റ് ജനറേഷൻസ്. വൺ ഇസ് ട്രൈങ് ടു ഗെറ്റ് ഇൻ ടു മൂവീസ്, സിനിമയിൽ എങ്ങനെയെങ്കിലും കയറി പറ്റണം എന്ന് പറഞ്ഞിട്ട് ആയിട്ട് ജോയിൻ ചെയ്ത് കുറേ തെറിവിളിയൊക്കെ കേട്ട് അതിനൊക്കെ സഹിച്ച് എങ്ങനെയെങ്കിലും സിനിമയിൽ കയറി പറ്റണം എന്ന് നോക്കുന്ന ഒരു ജനറേഷൻ. ആൻഡ് വൺ മോർ എൻഡ് ഇറ്റ് ഇസ് ഇന്ത്യൻ ചേട്ടൻ്റെ ക്യാരക്ടർ. ആ ഒരു ആംബിഷൻ ട്രൈ ചെയ്ത് ഫെയിലായി അതിനെ അബാൻഡൻ ചെയ്ത ഒരു ക്യാരക്ടർ, ആ ഒരു ഡ്രീം വേണ്ട എന്ന് വെച്ചിരിക്കുന്ന ഒരു ക്യാരക്ടർ. ഇവർ രണ്ടുപേരുടെയും ആ ഒരു പെർസ്പെക്റ്റീവ്, വൺ is trying for it and one knows the value of that particular chance. ഇത് അവർ കാണിച്ചിരിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആൻഡ് ദ വേ ദേ പെർഫോം ദ റോൾ, എസ്പെഷ്യലി ഇന്ദ്രൻ ചേട്ടൻ, ഐ വുഡ് സേ ഹി ഈസ് സച്ച് എൻ അണ്ടർ റേറ്റഡ് ആക്ടർ. നമ്മൾ ഭയങ്കര അണ്ടർ യൂസ് ചെയ്തിരിക്കുന്ന ഒരു ആക്ടറായിട്ടാണ് എനിക്ക് പേഴ്സണലി ഇന്ദ്രൻ ചേട്ടൻ തോന്നിയത്. ബിക്കോസ് സിൻസ് ഹോം, യെസ് ഐ ഹവ് സീൻ ഹിം ആസ് എ ക്യാരക്ടർ ആക്ടർ. നമ്മളിപ്പം ലാസ്റ്റ് ഇയർ ഇറങ്ങിയ പ്രൈവറ്റ് ആയാലും എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ്. പക്ഷേ he was used as a comic actor, but he had such a great potential. At least I'm grateful that he has the chance to do it now. Fully year cinema, the way he's performed is absolute performance, because our emotional scene, especially our climax sequence, കുറച്ച് കാര്യങ്ങൾ, our dialogue delivery ആയാലും അവർ ഇമോഷണലി നമുക്ക് കുത്തുന്ന കുറച്ച് കാര്യങ്ങൾ പുള്ളി പറയുന്നത്, ഇറ്റ്സ് ആബ്സല്യൂട്ട്ലി ഗുഡ്. യു വിൽ ടിയർ അപ്പ്. ചില സീക്വൻസിൽ നിങ്ങൾ ടിയർ അപ്പ് ആവുന്ന കുറച്ച് സീൻസ് വരെ ഉണ്ട്. ഗപ്പി അമ്പളി പോലെ ഇല്ലെങ്കിലും ദിസ് ഹാസ് ഇറ്റ്സ് ഓൺ സൈഡ് ഓഫ് ഇമോഷണൽ സൈഡ്സ്. ഇറ്റ് വാസ് റിയലി ഗുഡ്. എനിക്ക് ഇന്ദ്രൻ ചേട്ടൻ്റെ ക്യാരക്ടറിനെ ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. ആ ഒരു ഇന്നോസെൻസ് ആയാലും ദറ്റ് ഗീക്കി ഫീലിംഗ് ആയാലും എല്ലാം അടിപൊളിയാണ്. ആൻഡ് ജോമോൻ ജോദറിൻ്റെ ആയാലും ഇറ്റ്സ് വെരി അൺഎക്സ്പെക്റ്റഡ് പെർഫോമൻസ് ഫ്രം ജോമോൻ ജോദർ, ബിക്കോസ് ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്തൊരു കാര്യമാണ് ഹിം പെർഫോമിങ് ഇമോഷണൽ റോൾ. ഇപ്പം വാഴയായാലും ഗുരുവായൂർ അമ്പലത്തിനിടയിലായാലും പിന്നെ ഫാലിമി ആയാലും ഹി ഹാഡ് ദറ്റ് കോമിക്കൽ സൈഡ്. ഈ ഒരു സംഭവം ഞാൻ കാണുമ്പോൾ അവരുടെ ദാറ്റ് ഇമോഷണൽ സൈഡ് ആയാലും അടിപൊളിയായിട്ടാണ് ജോമോൻ കാണിച്ചത്. എസ്പെഷ്യലി വെൻ യു ആർ കമ്പയറിങ് ഇറ്റ് ഓർ വെൻ യു ആർ ഷെയറിങ് എ സ്ക്രീൻ വിത്ത് ഇന്ദ്രൻ ചേട്ടൻ, സ്റ്റിൽ ഹാവിങ് ദറ്റ് പ്ലേസ് ഇസ് അടിപൊളിയാണ്. രണ്ടുപേരും അടിപൊളിയായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. എല്ലാം എവറി ആസ്പെക്ട് ഓഫ് ദ മൂവി വാസ് ബ്രില്യൻറ്റ്. ഞാൻ പറയുമ്പോൾ സെക്കൻഡ് പാർട്ടിൽ ചെറിയൊരു ലാഗുണ്ട്. ഇൻ്റർവെൽ കഴിഞ്ഞിട്ടുള്ള ഒരു പാർട്ട് ചെറിയൊരു ലാഗുണ്ട്. ഫസ്റ്റ് ഹാഫ് അടിപൊളിയാണ്. സെക്കൻഡ് ഹാഫിൻ്റെ സെക്കൻഡ് പാർട്ടും അടിപൊളിയാണ്. ഇടയ്ക്കൊരു ചെറിയ ലാഗുണ്ട്. അതും ഒഴിച്ചു കഴിഞ്ഞാൽ ഈ ഒരു സിനിമ അടിപൊളിയാണ്. നിങ്ങൾക്ക് ഉറപ്പായിട്ടും തിയേറ്ററിൽ പോയി കാണാൻ പറ്റും എന്നുള്ളൊരു സിനിമയാണ്. എസ്പെഷ്യലി ഇഫ് യു ലവ് ദ മൂവീസ് യു വുഡ് ലവ് ഇറ്റ്. അല്ലെങ്കിൽ യു വുഡ് സ്റ്റിൽ ഹാവ് ഫൺ വാച്ചിങ് ദ മൂവി. ഇറ്റ്സ് എ വെരി ലൈറ്റ് ഹാർട്ടഡ്, വെരി ചിൽ. നിങ്ങൾക്ക് ഒരു ഫീൽ ഗുഡ് മൂവി ആണ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നത്. യു കെൻ ഗോ വാച്ച് ദിസ് മൂവി ആൻഡ് ഐ തിങ്ക് യു ലവ് ഇറ്റ്. ആൻഡ് ഇതാണ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ. സോ ഇൻ കേസ് ഇഫ് യു വാച്ച് ദ മൂവി ഇൻ തിയേറ്റേഴ്സ്, നിങ്ങളുടെ കമൻസിൽ നിങ്ങളുടെ ഒപ്പീനിയൻ പറയുക. ഇൻ കേസ് ഇഫ് യു നോട്ട് സബ്സ്ക്രൈബ്, പ്ലീസ് സബ്സ്ക്രൈബ്, ബിക്കോസ് ഇറ്റ്സ് midnight 3 o'clock and ഞാൻ ഇപ്പോഴാണ് സിനിമ കണ്ടിട്ട് വന്നിട്ട് റിവ്യൂ ഇടുന്നത്. സോ ഡു ഡ്രോപ്പ് യുവർ ഒപ്പീനിയൻസ് ഓഫ് ദ കമൻസ് ആൻഡ് ഐ ഷൽ സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.